നമസ്കാരം. കൊമേഴ്സ് ഫ്രണ്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാർവതി മിത്രലാൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമാൽഗമേഷൻ ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അമാൽഗമേഷന്റെ ഇൻട്രൊഡക്ഷനും പർച്ചേസ് കൺസിഡറേഷന്റെ കാൽക്കുലേഷനും വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ അമാൽഗമേഷന്റെ ജേർണൽ എൻട്രീസും ഒരു പ്രോബ്ലവുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജേർണൽ എൻട്രീസിലേക്ക് കടക്കാം. ഫസ്റ്റ് അക്കൗണ്ടിംഗ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അക്കൗണ്ടിംഗ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫറർ കമ്പനി സെല്ലിംഗ് കമ്പനി. അപ്പോൾ സെല്ലിംഗ് കമ്പനി എങ്ങനെയാണ് അവരുടെ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ സെല്ലിംഗ് കമ്പനി അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഈ അമാൽഗമേഷനിൽ അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഈ റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതും റിയലൈസേഷൻ റിലേറ്റഡ് എക്സ്പെൻസസ് നമ്മൾ മീറ്റ് ചെയ്യുന്നതെല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജേർണൽ എൻട്രി നോക്കാം. ഫോർ ട്രാൻസ്ഫറിങ് അസറ്റ്സ് ടേക്കൺ ഓവർ ബൈ ദി ട്രാൻസ്ഫറി കമ്പനി. അപ്പോൾ ട്രാൻസ്ഫറി കമ്പനി ടേക്ക് ഓവർ ചെയ്ത അസറ്റ്സ്, അപ്പോൾ ആ ജേർണൽ എൻട്രിയാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ അസറ്റിന് എന്ത് ബാലൻസ് ആണ് നമുക്കറിയാം. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ ഡെബിറ്റ് ബാലൻസ് ഉള്ള അസറ്റ്സ് ആണ് ട്രാൻസ്ഫറി കമ്പനി ടേക്ക് ഓവർ ചെയ്തത്. അപ്പോൾ നമ്മൾ അസറ്റ്സിന് എന്ത് ചെയ്യണം, അതിന് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അസറ്റ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി എന്തായിരിക്കും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു വേരിയസ് അസറ്റ്സ്. അതിൽ എല്ലാ അസറ്റ്സും ഇൻഡിവിജ്വലിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫർണിച്ചർ, പ്ലാന്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അങ്ങനെ ഓരോ അസറ്റ്സും ഇൻഡിവിജ്വലി നമ്മൾ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുന്നത് ബുക്ക് വാല്യൂലാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താണ്? അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ജേർണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു വേരിയസ് അസറ്റ്സ്. നെക്സ്റ്റ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. ഫോർ ട്രാൻസ്ഫറിങ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ബൈ ദി ട്രാൻസ്ഫറി കമ്പനി. അപ്പോൾ ലയബിലിറ്റീസിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലയബിലിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ. ഇതിൽ ലയബിലിറ്റീസും ബുക്ക് വാല്യൂവിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് കമ്പനി, പർച്ചേസിങ് കമ്പനി അസറ്റ്സും ലയബിലിറ്റീസും എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സെല്ലിംഗ് കമ്പനിക്ക് പർച്ചേസ് കൺസിഡറേഷൻ തരും. അപ്പോൾ നെക്സ്റ്റ് ജേർണൽ എൻട്രി വരുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രിയും പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രീസുമാണ്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫറി കമ്പനീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി ഉണ്ട്. ഡ്യൂ ആവുന്നതാണ്, കിട്ടുന്നതല്ല. അപ്പോൾ ആരാണ് നമുക്ക് തരുന്നത്? ട്രാൻസ്ഫറി കമ്പനിയാണ്. അവരിതുവരെ തന്നിട്ടില്ല, നമുക്ക് തരാനുണ്ട് അല്ലേ. അപ്പോൾ അത് ട്രാൻസ്ഫറി കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ട്രാൻസ്ഫറി കമ്പനീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എങ്ങോട്ടാണ് നമുക്ക് കിട്ടുക? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് കിട്ടുക. അപ്പോൾ ജേർണൽ എൻട്രി വരുന്നത് ട്രാൻസ്ഫറി കമ്പനീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ എമൗണ്ട് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ജേർണൽ എൻട്രി വരുന്നത് റിസീവിങ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ജേർണൽ എൻട്രീസ് ആണ്. നമുക്ക് എങ്ങനെയൊക്കെ പർച്ചേസ് കൺസിഡറേഷൻ കിട്ടും? ക്യാഷ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് കിട്ടും, അല്ലെങ്കിൽ ഷെയർസ് ആയിട്ടാണ് കിട്ടുക അല്ലേ. അപ്പോൾ ജേർണൽ എൻട്രി വരുമ്പോൾ ക്യാഷ് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ എൻട്രി വരാം ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ എന്തായിട്ടാണ് കിട്ടുക? ഷെയർസ് ആയിട്ടാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഷെയർസ് ഇൻ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രാൻസ്ഫറി കമ്പനീസ് അക്കൗണ്ട്. അപ്പോൾ ഡ്യൂ ആയപ്പോൾ നമ്മൾ ട്രാൻസ്ഫറി കമ്പനീനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ട്രാൻസ്ഫറി കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റിസീവിങ് പർച്ചേസ് കൺസിഡറേഷൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർസ് ഇൻ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട്. അപ്പോൾ ഇതിൽ 4 ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി, റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി. ഈ ഓർഡർ നമുക്ക് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് അസറ്റ്സ്
എല്ലാ അസറ്റ്സും ചിലപ്പോൾ ട്രാൻസ്ഫർ ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യണമെന്നില്ല. ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്സ് എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം. ആ ജേണൽ എൻട്രി ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും അല്ലേ? സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. അസറ്റ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്, അത് സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു അസറ്റ്സ് അക്കൗണ്ട് എന്നാണ് വരിക. പക്ഷേ ഇത് സെയിൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ ലോസ് കിട്ടും അല്ലേ? പ്രോഫിറ്റും ലോസും നമ്മൾ എങ്ങോട്ട് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് അല്ലേ? അപ്പോൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എങ്ങോട്ടാണ്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ജേണൽ എൻട്രി വരെ എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റോ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബ്റ്റോ, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ടു അസറ്റ്സ് അക്കൗണ്ട് ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. ഇനി ഇതേപോലെ തന്നെ ലയബിലിറ്റീസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദി ട്രാൻസ്ഫറി കമ്പനി പെയ്ഡ് ബൈ ദി ട്രാൻസ്ഫറി കമ്പനി. ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പേ ചെയ്യും. പേ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആവാം? ബാങ്ക് ആയിട്ട് ക്യാഷ് പേയ്മെന്റ് നടത്താം, അല്ലെങ്കിൽ അവർക്ക് ആ ലയബിലിറ്റീസിന് പകരമായിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ലയബിലിറ്റീസിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ലയബിലിറ്റീനെ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റീനെ ഡെബിറ്റ് ചെയ്യാം. എങ്ങനെയാണോ പേ ചെയ്യുന്നത്, ക്യാഷ് ആയാലും ഷെയർ ആയാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതിലും എങ്ങനെയാണ്? പ്രോഫിറ്റും ഉണ്ടാവും ലോസും ഉണ്ടാവും. അത് ട്രാൻസ്ഫർ ചെയ്യുക റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ ലോസ് ആണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രീസ് വരുന്നത് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബ്റ്റോ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബ്റ്റോ, ടു ബാങ്ക് ഓർ ഷെയർസ് റിയലൈസേഷൻ. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ആണ്. അപ്പോൾ ലിക്വിഡേഷൻ എക്സ്പെൻസസ് ട്രാൻസ്ഫറർ കമ്പനിക്കും മീറ്റ് ചെയ്യാം, ട്രാൻസ്ഫറി കമ്പനിക്കും മീറ്റ് ചെയ്യാം. ഇതിൽ ട്രാൻസ്ഫറർ കമ്പനി മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്കിൽ ജേണൽ എൻട്രി വരുള്ളൂ. ട്രാൻസ്ഫറി കമ്പനിയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്കിൽ ജേണൽ എൻട്രി വരില്ല. അപ്പോൾ ലിക്വിഡേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫറർ കമ്പനി ആണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു, റിയലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് വഴിയായിരിക്കും. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബ്റ്റോ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരിക. ട്രാൻസ്ഫറി കമ്പനിയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്ര ജേണൽ എൻട്രി ഡിസ്കസ് ചെയ്തു? അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി, ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി, പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി, അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ സെയില്, ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ പേ ചെയ്യുന്ന ജേണൽ എൻട്രി, ലിക്വിഡേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രീസ്. ഇത്രയും ജേണൽ എൻട്രീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ജേണൽ എൻട്രീസ് ആണ്. ഫോർ ക്ലോസിങ് റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ റിയലൈസേഷൻ ഏതൊക്കെ ജേണൽ എൻട്രീസ് വരുന്നുണ്ടോ ആ ജേണൽ എൻട്രീസ് എല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിനാണ് ബാലൻസ് കൂടുതലെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കൂടുതലെങ്കിൽ ലോസ് ആയിട്ട്. ഈ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് ആർക്കുള്ളതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഒരു പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബ്റ്റോ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. ലോസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റോ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി. നെക്സ്റ്റ് ഫോർ ട്രാൻസ്ഫറിങ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇതുവരെ നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു. ഇനിയും ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, റിസർവ്സ് ഉണ്ടാവും, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ടാവും. ഇതും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഫോർ ട്രാൻസ്ഫറിങ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് എന്ത് ബാലൻസ് ആണ്?
ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റോ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പക്ഷേ ഇത് എങ്ങനെയൊക്കെ ആവാം ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇപ്പോൾ പ്രോഫിറ്റിനാവാം, ലോസിനാവാം. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതും ട്രാൻസ്ഫർ ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ ലോസ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ അതിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഇപ്പോൾ ലോസും പ്രോഫിറ്റും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്നുണ്ടെങ്കിൽ ഇതും കൂടി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഫോർ പേയിങ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റോ ടു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയായിരിക്കും ഒരു പേയ്മെന്റ് കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർസ് ചിലപ്പോൾ ട്രാൻസ്ഫറി കമ്പനിയിൽ തന്നെ പ്രിഫറൻസ് ഷെയർസ് ആയിട്ടായിരിക്കും പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് ആയിട്ടായിരിക്കും പേ ചെയ്യുന്നത്. അപ്പോൾ പേയിങ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റോ ടു പ്രിഫറൻസ് ഷെയർസ് ഇൻ ട്രാൻസ്ഫറി കമ്പനി ഓർ ക്യാഷ് ഓർ ബാങ്ക്. ഇങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രി വരുന്നത്. ഇനി ഫോർ ട്രാൻസ്ഫറിങ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ട്രാൻസ്ഫർ ചെയ്യുക. ജേണൽ എൻട്രി എങ്ങനെയാ വരിക? ഇക്വിറ്റി ഷെയർസിനും റിസർവ്സ് ആൻഡ് സർപ്ലസിനും ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റോ റിസർവ്സ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റോ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി ഫിക്ടീഷ്യസ് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. ഫിക്ടീഷ്യസ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് അത് പേ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിങ് ഫിക്ടീഷ്യസ് അസറ്റ് ആണ് അല്ലേ. അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആർക്കാണ് പേ ചെയ്യുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റോ ടു ഫിക്ടീഷ്യസ് അസറ്റ്സ് 1 by 1 ആയിട്ട് നമുക്ക് എഴുതാം. ഉള്ളത് ബാലൻസ് ഷീറ്റിൽ ഉള്ളത് ഏതൊക്കെ ഫിക്ടീഷ്യസ് അസറ്റ്സ് ആണോ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ പ്രിലിമിനറി എക്സ്പെൻസസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസോ ഏതാണോ ഫിക്ടീഷ്യസ് അസറ്റ്സ് ഉള്ളത് ആ ഫിക്ടീഷ്യസ് അസറ്റ്സ് നമുക്ക് ജേണലൈസ് ചെയ്യാം. നെക്സ്റ്റ് പേയിങ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഏറ്റവും ലാസ്റ്റ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എങ്ങനെയാ പേയ്മെന്റ് കൊടുക്കുക? ബാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഷെയർസ് ട്രാൻസ്ഫറി കമ്പനി ആയിട്ടായിരിക്കും പേ ചെയ്യുന്നത്. അപ്പോൾ ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റോ ടു ബാങ്ക് ഓർ ഷെയർസ് ഇൻ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓർഡർ പഠിച്ചാലേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് വന്നത്? അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യും, ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യും, പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി, പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി, ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്സ് സെയിൽ ചെയ്യുന്ന ജേണൽ എൻട്രി, ലയബിലിറ്റീസ് പേ ചെയ്യുന്ന ജേണൽ എൻട്രി, ലിക്വിഡേഷൻ എക്സ്പെൻസസ് പേ ചെയ്യുന്ന ജേണൽ എൻട്രി. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി, പിന്നെ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് അതും ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ ബാക്കി എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യണം, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഫിക്ടീഷ്യസ് അസറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രീസ് ആണ് വരുന്നത് അല്ലേ. നമുക്ക് ഒരു ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ് ഷീറ്റ് അവർ തരികയാണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ജേണൽ എൻട്രീസ് പെട്ടെന്ന് എഴുതാം. ഇപ്പോൾ അസറ്റ് സൈഡിലാണെങ്കിൽ ഇപ്പോൾ ഗുഡ് വിൽ, ലാൻഡ്, പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, പ്രിലിമിനറി എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്രിലിമിനറി എക്സ്പെൻസസ് മാത്രമാണ് ഫിക്ടീഷ്യസ് അസറ്റ്സ് ആയിട്ട് വരുന്നത് അല്ലേ. ബാക്കി എല്ലാ അസറ്റ്സും എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? ബാക്കി എല്ലാ അസറ്റ്സും ട്രാൻസ്ഫർ ചെയ്യുക റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടാൽ മതി അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. ഈ ഏതെങ്കിലും അസറ്റ്സ് അവർ ടേക്ക് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ ആ അസറ്റ്സ് എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം. നെക്സ്റ്റ് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസസ് എന്താണ്? ഫിക്ടീഷ്യസ് അസറ്റ്സ് ആണ്. ഫിക്ടീഷ്യസ് അസറ്റ്സ് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക?
ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ട്രാൻസ്ഫർ ചെയ്യുക. നെക്സ്റ്റ് ലയബിലിറ്റീസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും അല്ലേ, അത് അങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതും ട്രാൻസ്ഫർ ചെയ്യുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ്. നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. നെക്സ്റ്റ് ഡിബഞ്ചേഴ്സും ക്രെഡിറ്റേഴ്സും ഉണ്ട്. അതെന്താണ്? ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഇങ്ങനെ ബാലൻസ് ഷീറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ജേണൽ എൻട്രീസിൻ്റെ ഓർഡർ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ജേണൽ എൻട്രീസ് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇതിൽ വരാത്ത ബാക്കി കുറച്ച് ജേണൽ എൻട്രീസ് ഉണ്ടാവുള്ളൂ. കൺസിഡറേഷൻ ഡ്യൂ ആവുന്നത്, പേ ചെയ്യുന്നത്, ലിക്വിഡേഷൻ എക്സ്പെൻസസ്, റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്, ഇത്രയും ജേണൽ എൻട്രീസ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസ് നോക്കാം. അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസ് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി ഓൺ അമാൽഗമേഷൻ ഓഫ് ബിസിനസ്, അതായത് പർച്ചേസിങ് കമ്പനി ആ ബിസിനസ് പർച്ചേസ് ചെയ്ത ഉടൻ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ഉടൻ തന്നെ എന്താ വെച്ചാൽ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യണം അല്ലേ. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അതിൽ പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ആണ് റെക്കോർഡ് ചെയ്യുക. അതിൽ ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്ന ടേം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ജേണൽ എൻട്രി ഫോർ റെക്കോർഡിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അസറ്റ്സും ലയബിലിറ്റീസും അവർ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ബിസിനസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, ബിസിനസ് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി വരിക അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റോ ടു ലയബിലിറ്റീസ് ടു ബിസിനസ് പർച്ചേസ് എന്നാണ് വരിക. അതിൽ പ്രോഫിറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജനറൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുക? പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. ലോസ് ആണ് വരുന്നതെങ്കിൽ ജനറൽ റിസർവ് ഡെബിറ്റ് ചെയ്തും കാണിക്കണം. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ജനറൽ റിസർവിനെ ക്രെഡിറ്റ് ചെയ്യണം, ലോസ് ആണെങ്കിൽ ജനറൽ റിസർവിനെ ഡെബിറ്റ് ചെയ്തും കാണിക്കണം. നെക്സ്റ്റ് ജേണൽ എൻട്രി വരുന്നത് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്ന ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ആർക്കാണ് പേ ചെയ്യുന്നത്? ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അല്ലെ. ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റോ ടു എങ്ങനെയൊക്കെ പേ ചെയ്യാം? ബാങ്ക് ആയിട്ട് പേ ചെയ്യാം, ഷെയർ ക്യാപിറ്റൽ ആയിട്ട് പേ ചെയ്യാം. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ എന്തിനേയും കൂടി ക്രെഡിറ്റ് ചെയ്യണം? സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെയും കൂടി ക്രെഡിറ്റ് ചെയ്യണം. അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ജേണൽ എൻട്രി ലിക്വിഡേറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. നെക്സ്റ്റ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദി ട്രാൻസ്ഫറി കമ്പനി. അപ്പോൾ ലിക്വിഡേഷൻ എക്സ്പെൻസസ് പേ ചെയ്യുന്നത് ട്രാൻസ്ഫറി കമ്പനി ആണെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റോ ടു ബാങ്ക് എന്ന്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റോ ടു ബാങ്ക്, ഇല്ലെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജറിൽ ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്കിൽ. ആകെ കുറച്ച് ജേണൽ എൻട്രീസേ വരുന്നുള്ളൂ. അമാൽഗമേഷൻ്റെ ടൈമിൽ അസറ്റ്സും ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുന്ന ടൈമിൽ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ട്രാൻസ്ഫറി കമ്പനി ആണെങ്കിൽ, അത് ട്രാൻസ്ഫറി കമ്പനിയാണ് പേ ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഈ ജേണൽ എൻട്രി വരുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ 3 ജേണൽ എൻട്രീസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫറി കമ്പനി അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസ് ആണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി എന്ന് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത് ഓൺ അമാൽഗമേഷൻ ഓഫ് ബിസിനസ്. നമ്മൾ കഴിഞ്ഞ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജറിൽ പറഞ്ഞ സെയിം ജേണൽ എൻട്രി തന്നെയാണ് വരുന്നത്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റോ ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. നെക്സ്റ്റ് അസറ്റ്സും ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ നേച്ചർ ഓഫ് മെർജറിൽ പറഞ്ഞ സെയിം ജേണൽ എൻട്രി ആണ്. ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. ഇതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവ്സിലേക്കായിരിക്കും, ലോസ് ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗുഡ് വില്ലിലേക്കായിരിക്കും.
അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ, ടു ലയബിലിറ്റീസ്, ടു ക്യാപിറ്റൽ റിസർവ്, ടു ബിസിനസ് പർച്ചേസ്. അങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ, സെയിം ജേണൽ എൻട്രി തന്നെയാണ്. ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ, ടു ബാങ്ക്, ടു ഷെയർ ക്യാപിറ്റൽ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം. നെക്സ്റ്റ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ആർ പെയ്ഡ് ബൈ ദി ട്രാൻസ്ഫറി കമ്പനി. ലിക്വിഡേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവോ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യാം. ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് അത് ഇല്ലെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എമൗണ്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ജേണൽ എൻട്രി ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരിക. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനിയും പഠിച്ചു, ട്രാൻസ്ഫറി കമ്പനിയും പഠിച്ചു. ഇനി നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എ ലിമിറ്റഡ് എഗ്രീസ് ടു സെൽ ദെയർ അണ്ടർടേക്കിംഗ് ടു ബി ലിമിറ്റഡ് ഓൺ ദി ഫോളോയിങ് ടേംസ്. B Limited will pay them rupees 6 lakh in cash and allot them 2 fully paid shares of rupees 6 each. Market value rupees 7.50 per share in exchange of every 3 shares in their own company. അപ്പോൾ ഇതിൽ എ ലിമിറ്റഡ് അവരുടെ കമ്പനി സെയിൽ ചെയ്യാണ്. ആർക്കാണ് സെയിൽ ചെയ്യുന്നത്? ബി ലിമിറ്റഡിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എ ലിമിറ്റഡ് ആണ് സെല്ലിംഗ് കമ്പനി, ബി ലിമിറ്റഡ് ആണ് പർച്ചേസിങ് കമ്പനി. എങ്ങനെയാണ് പേ ചെയ്യുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 6 lakh ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? 3 ഷെയർ ഹെൽഡ് ചെയ്യുന്നവർക്ക് 2 ഷെയർ ആണ് പേ ചെയ്യുന്നത് അല്ലേ. അതിൽ മാർക്കറ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഷെയറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂ ആണ് കാൽക്കുലേഷന് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. താഴെ തന്നിട്ടുണ്ട് എ ലിമിറ്റഡ് വിൽ പേ ലിക്വിഡേഷൻ എക്സ്പെൻസസ് ദംസെൽവ്സ്. അതായത് എ ലിമിറ്റഡ് സെല്ലിംഗ് കമ്പനി തന്നെയാണ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് പേ ചെയ്യുന്നത്. എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പർച്ചേസ് കൺസിഡറേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത്? ക്യാഷും ഷെയർസും ആയിട്ടാണ് പേ ചെയ്യുന്നത് അല്ലേ. ക്യാഷ് എത്ര പേ ചെയ്യുന്നുണ്ട്? പേ ദം rupees 6 lakh ഇൻ ക്യാഷ് അല്ലേ. ക്യാഷ് 6 lakh പേ ചെയ്യുന്നുണ്ട്. ഇനി ഷെയർ ആണ് പേ ചെയ്യുന്നത്. ഷെയർ എങ്ങനെയാണ്? 2 fully paid ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻ എക്സ്ചേഞ്ച് ഫോർ 3 ഷെയർസ്. അതായത് 3 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് 2 ഷെയർ ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6 ആണ് വാല്യൂ, പക്ഷേ മാർക്കറ്റ് വാല്യൂ 7.5 ആണ്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത്? മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഷെയർസ് എങ്ങനെയാണ്? എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1,20,000 ഷെയർസ് ആണ് ഉള്ളത് അല്ലേ. 1,20,000 ഷെയർസിൽ 3 ഷെയർസ് ഹെൽഡ് ചെയ്യുന്നവർക്ക് 2 ഷെയർ ആണ്. അപ്പോൾ 1,20,000 ഇൻറ്റു 2/3 ഇൻറ്റു വാല്യൂ, മാർക്കറ്റ് വാല്യൂ ആണ് 7.50. അപ്പോൾ എത്രയാണ് വരിക? 6 lakh ആണ് വരിക. അപ്പോൾ ക്യാഷ് 6 lakh കൊടുക്കുന്നുണ്ട്, ഷെയർസ് 6 lakh കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ 6 lakh + 6 lakh 12 lakh ആണ് പർച്ചേസ് കൺസിഡറേഷൻ വരുന്നത്. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്ക് ഓഫ് എ ലിമിറ്റഡ്. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ് വരിക? അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി ആണ് അല്ലേ. അസറ്റ്സ് ഏതൊക്കെ അസറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? ബാലൻസ് ഷീറ്റിലേക്ക് നോക്കി. ലാൻഡ്, പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്ക്, ക്യാഷ്, ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള അസറ്റ്സ്. ഈ അസറ്റ്സ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അസറ്റ്സിൻ്റെ വാല്യൂ സെയിം വാല്യൂസ് ആണ്, വേറെ വാല്യൂസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് ബുക്ക് വാല്യൂ ആയിട്ട് വരിക. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? അസറ്റ്സിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അസറ്റ്സിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്സ് ആണ് അല്ലേ. 1 by 1 ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അസറ്റ്സ്, എല്ലാ അസറ്റ്സും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് വാല്യൂ സെയിം ആണ്. അപ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലാൻഡ്,
പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ടു ബാങ്ക്, ടു ക്യാഷ്. അപ്പോൾ എമൗണ്ട് സെയിം ആണ്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അസറ്റ്സിൻ്റെ ആഡ് ചെയ്യുമ്പോഴുള്ള സെയിം ഫിഗർ തന്നെയാണ് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. നെക്സ്റ്റ് ജേണൽ എൻട്രി ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ബാലൻസ് ഷീറ്റ് നമുക്ക് ഈ പേജിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയ ബാലൻസ് ഷീറ്റിലേക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ലയബിലിറ്റീസ് ആയിട്ടുള്ളത് എന്തുമാത്രമാണ്? ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട് വരിക? സെയിം എമൗണ്ട് 1,32,500. നെക്സ്റ്റ് ജേണൽ എൻട്രി പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി ആണ്. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി. അപ്പോൾ ആരാണ് പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് തരാനുള്ളത്? ബി ലിമിറ്റഡ് ആണ് തരാനുള്ളത് അല്ലേ. അപ്പോൾ ബി ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് അങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. എമൗണ്ട് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ആണ്. പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 12 lakh ആണ് പർച്ചേസ് കൺസിഡറേഷൻ. നെക്സ്റ്റ് പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് കിട്ടിയത്? ക്യാഷ് ആയിട്ടും ഇക്വിറ്റി ഷെയർസ്, ബി ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ഷെയർസും ആയിട്ടാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇക്വിറ്റി ഷെയർസ് ഇൻ ബി ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി ലിമിറ്റഡ്. അപ്പോൾ ക്യാഷ് 6 lakh, ഇക്വിറ്റി ഷെയർസ് 6 lakh, ബി ലിമിറ്റഡിന് പർച്ചേസ് കൺസിഡറേഷൻ ടോട്ടൽ 12 lakh. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. അപ്പോൾ ഇതിൽ നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്താണ് ബാലൻസ് ഷീറ്റിലുള്ളത്? ഷെയർ ക്യാപിറ്റലും ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ആണ്. അതാർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഷെയർ ക്യാപിറ്റലിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 7,20,000, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ 3,60,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ 34,168 ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എഴുതാം. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. നെക്സ്റ്റ് ജേണൽ എൻട്രി എന്താണ് വരിക? ലിക്വിഡേഷൻ എക്സ്പെൻസസ് പേ ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. അതിൽ നമുക്ക് തന്നിട്ടുണ്ട് ലിക്വിഡേഷൻ എക്സ്പെൻസസ് എ ലിമിറ്റഡ് ആണ് പേ ചെയ്യുന്നത്. 9,000 ആണ് ലിക്വിഡേഷൻ എക്സ്പെൻസസ്. അപ്പോൾ ലിക്വിഡേഷൻ എക്സ്പെൻസസ് പേ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി വരിക റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരിക. എമൗണ്ട് എത്രയാണ് വരിക? 9,000 ആണ്. ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനൊന്നുമില്ല, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒന്നും ഇല്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിയലൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിയലൈസേഷൻ വരുന്ന ജേണൽ എൻട്രീസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി റിയലൈസേഷൻ വരുന്ന ജേണൽ എൻട്രീസ് മാത്രം ഒരുമിച്ച് എടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത് എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലാൻഡ് സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ബാങ്ക് ക്യാഷ് അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്സ് ആണ് ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ ഇതിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരെ എന്താണ്? ബാക്കിയുള്ള അസറ്റ്സുകളാണ് അല്ലേ. ഇതിൽ അസറ്റ്സുകളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ഇതെല്ലാം പോസ്റ്റ് ചെയ്യാം. സെയിം എമൗണ്ട് ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരെ എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ് വരിക അല്ലേ. ഇതിൽ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിലേക്കാണ് നമുക്ക് ക്രെഡിറ്റേഴ്സിനെ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എമൗണ്ട് 1,32,500. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ബി ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ ആണ്. ഇതിൽ ബി ലിമിറ്റഡിനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലേ. ബി ലിമിറ്റഡിന് ഇതിൽ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബി ലിമിറ്റഡ് എമൗണ്ട് 12 lakh. നെക്സ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആണ്. ഇതിൽ ക്യാഷ് ആണ് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ക്യാഷിന് ഇതിൽ നമ്മൾ ജേണൽ എൻട്രിയിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യാം. ക്യാഷ് 9000. അപ്പോൾ ഇത്രയേ വരുന്നുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബി ലിമിറ്റഡിൻ്റെ 12 lakh വരുന്നത് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് വരുന്നത് 13,32,500 ആണ്. സെയിം എമൗണ്ട് നമുക്ക് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യാം. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസിങ് ഫിഗർ ഏത് സൈഡിലാണ് വരുന്നത്, ഡെബിറ്റ് സൈഡിലാണ്. അതായത് ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ എന്താണ്, റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ് 76,832. റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ് വരിക. എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് 76,832. ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ക്യാഷും ഷെയർസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. അപ്പോൾ ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർസ് ഇൻ ബി ലിമിറ്റഡും ക്യാഷും ആണ് വരിക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഇക്വിറ്റി ഷെയർസ് പേ ചെയ്യുന്നത് എത്രയാണ്, നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് കിട്ടിയത് 6 lakhന്റെ ഷെയർസ് ആണ് അല്ലേ. അപ്പോൾ 6 lakh ആണ് ഇക്വിറ്റി ഷെയർസ് വരിക. ക്യാഷ് എത്രയാണ് വരിക, നമുക്ക് കിട്ടിയത് 6 lakh ആണ്. പക്ഷേ 6 lakhൽ നിന്ന് നമുക്ക് 9,000 നമ്മൾ എന്ത് പേ ചെയ്തിട്ടുണ്ട്, ലിക്വിഡേഷൻ എക്സ്പെൻസസ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി 5,91,000 ആണ് ക്യാഷ് വരിക. അപ്പോൾ ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് 11,91,000 ടു ഇക്വിറ്റി ഷെയർസ് ഇൻ ബി ലിമിറ്റഡ് 6 lakh ടു ക്യാഷ് 5,91,000. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. ഇത്രയുമാണ് എ ലിമിറ്റഡിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. ഇനി നമുക്ക് ബി ലിമിറ്റഡിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ബി ലിമിറ്റഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റും പർച്ചേസ് കൺസിഡറേഷനും ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ്, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആകുന്ന ജേണൽ എൻട്രി ആണ് അല്ലേ. ഇപ്പോൾ ജേണൽ എൻട്രി ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ലിക്വിഡേറ്റർ ഓഫ് എ ലിമിറ്റഡ് ആണ്. എമൗണ്ട് എന്താണ്, പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 lakh ആണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ജേണൽ എൻട്രി എന്താണ്, അസറ്റ്സും ലൈബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുന്ന ജേണൽ എൻട്രീസ് ആണ് അല്ലേ. അപ്പോൾ അസറ്റ്സ് എല്ലാം ടേക്ക് ഓവർ ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. അസറ്റ്സ് സെയിം വാല്യൂല് എല്ലാ അസറ്റ്സും നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസറ്റ്സ് 1 by 1 ആയിട്ട് എല്ലാം ഡെബിറ്റ് ചെയ്യാം ടു ക്രെഡിറ്റേഴ്സ് ടു ബിസിനസ് പർച്ചേസ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്, 1,32,500 ആണ്. ബിസിനസ് പർച്ചേസിൻ്റെ എമൗണ്ട് 12 lakh ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ബാലൻസ് വരുന്നത് എവിടെയാണെന്ന് നോക്കണം. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഗുഡ്വില്ലും ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്യാപിറ്റൽ റിസർവും ആണ് വരിക അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് ക്രെഡിറ്റേഴ്സും ബിസിനസ് പർച്ചേസും ഒക്കെ വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ ബാലൻസിങ് ഫിഗർ വരുന്നത് എവിടെയായിരിക്കും, ഡെബിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ബാലൻസ് എത്രയുണ്ടെന്ന് ക്രെഡിറ്റ് വരുന്നതെല്ലാം ആഡ് ചെയ്തിട്ട് ഡെബിറ്റ് വരുന്ന എമൗണ്ട് ലെസ് ചെയ്ത് നോക്കാം. അപ്പോൾ ബാലൻസ് വരുന്നത് ഗുഡ്വില്ലാണ്, ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ഫിഗർ വരുന്നത്. അതുകൊണ്ട് ഗുഡ്വില്ലാണ് ബാലൻസ് ഫിഗർ വരുന്നത്. എമൗണ്ട് 85,832 ആണ് വരിക. നെക്സ്റ്റ് ജേണൽ എൻട്രി എന്താണ്, ബിസിനസ് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്ന ജേണൽ എൻട്രി ആണ് അല്ലേ. ആർക്കാണ് പേ ചെയ്യുന്നത്, ലിക്വിഡേറ്റർ ഓഫ് എ ലിമിറ്റഡിനാണ്. എങ്ങനെയാണ് പേ ചെയ്യുന്നത്, ക്യാഷും ഇക്വിറ്റി ഷെയർസും ആയിട്ടാണ് അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് ലിക്വിഡേറ്റർ ഓഫ് എ ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ക്യാഷ്. അപ്പോൾ ലിക്വിഡേറ്റർ ഓഫ് എ ലിമിറ്റഡിൽ പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് 12 lakh ആണ് വരിക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ ഇക്വിറ്റി ഷെയറിൻ്റെ 6 lakhഉം ക്യാഷിൽ 6 lakhഉം ആണ് വരിക. അപ്പോൾ എമൗണ്ട് ലിക്വിഡേറ്റർ ഓഫ് എ ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ് 12 lakh ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 lakh ടു ക്യാഷ് 6 lakh. ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരിക. ഇതിൽ ഇത്രയും ജേണൽ എൻട്രീസേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ബി ലിമിറ്റഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രീസ് എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും ജേണൽ എൻട്രീസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ
നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്